നെല്ലിയാമ്പതിയിലേക്കുള്ള ഗതാഗതം വെള്ളിയാഴ്ച രാവിലെ 11 മണിയോടെ പുനഃസ്ഥാപിക്കാനാകുമെന്ന് മന്ത്രി എം.പി. രാജേഷ് പറഞ്ഞു. ഗതാഗതം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള തീവ്രമായ പരിശ്രമമാണ് നടക്കുന്നത്. അതിനുവേണ്ടിയിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള ഇടപെടൽ MLA-യുടെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും നേതൃത്വത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നാളെ രാവിലെ ആകുമ്പോഴേക്കും ഫലം കാണുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. നാളെ രാവിലെ 11 മണിയോടുകൂടി ഒരു ഭാഗത്തേക്കുള്ള ഗതാഗതം ഒരു വാഹനത്തിന് പോകാവുന്ന നിലയിൽ, പരിമിതമായ നിലയിൽ പുനഃസ്ഥാപിക്കാൻ കഴിയും. അതിലൂടെ ഇപ്പോൾ നെല്ലിയാമ്പതിയിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്തി പുറത്തെത്തിക്കാനാവും എന്നാണ് ഇപ്പോൾ വിലയിരുത്തിയിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, അവിടെ കുടുങ്ങിക്കിടക്കുന്നയാൾ അല്ലെങ്കിൽ അവിടെ ഉള്ള ആളുകൾക്ക് സപ്ലൈസ് എത്തിക്കാനുള്ള ഭക്ഷണവും മറ്റ് സാമഗ്രികളുമൊക്കെ ലഭ്യമാക്കുന്ന കാര്യമാണ്. അത് ഇന്നലെ MLA ഇവിടെ യോഗം വിളിച്ചു ചേർത്തിരുന്നു. കളക്ടറും SP ഉൾപ്പെടെയുള്ളവരെല്ലാം ഉണ്ടായിരുന്നു. ആ യോഗത്തിൽ അക്കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവർക്ക് ആവശ്യമായ സപ്ലൈസ് എല്ലാം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഒരു വാഹനത്തിന് കടന്നു പോകാനുള്ള വഴിയാണ് ആദ്യം ഒരുക്കുക. ഇതോടെ നെല്ലിയാമ്പതിയിൽ ഒറ്റപ്പെട്ടു പോയവരെ രക്ഷിക്കാൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു. ഒറ്റപ്പെട്ടു പോയവരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്താൻ 2 മെഡിക്കൽ സംഘത്തെ നെല്ലിയാമ്പതിയിലേക്ക് അയച്ചിട്ടുണ്ടെന്നും ഒറ്റപ്പെട്ടു പോയ എല്ലാവർക്കും ഭക്ഷണം എത്തിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കൂറ്റൻ പാറകൾ വീണ് ഗതാഗതം തടസ്സപ്പെട്ട റോഡുകളിലുള്ള പാറകൾ പൊട്ടിച്ച് മാറ്റിയാണ് ഗതാഗതം ഒരുക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. കെ ബാബു MLA, ജില്ലാ കളക്ടർ ഡോക്ടർ ചിത്ര, NDRF, പോലീസ്, ഫയർഫോഴ്സ് തുടങ്ങിയ രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥരും മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. കാണാൻ പോകുന്നു. ഇതൊക്കെ മാറ്റി ക്ലിയർ ചെയ്തതാണ്. ഏകദേശം മാറ്റി തൽക്കാലം വണ്ടി പോകുന്നില്ല. ബിസ്ക്കറ്റ് വേണ്ട, മതി. ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, വെള്ളമുണ്ട്. ഡോക്ടർമാരെ എങ്ങനെയാണോ ഈ നെല്ലിയാമ്പതിയിലേക്കുള്ള ഈ റോഡ് പൂർണ്ണമായി സ്തംഭിച്ചിരിക്കുകയാണെന്ന് മാത്രമല്ല, വളരെ വലിയ വ്യാപ്തിയുള്ള മണ്ണിടിച്ചിലാണ് ഉണ്ടായിട്ടുള്ളത്. ഭാഗ്യത്തിന് ആളപായം ഉണ്ടായിട്ടില്ല എന്നതൊഴിച്ചു നിർത്തിയാൽ
നമ്മൾ വിചാരിച്ചതിന് എത്രയോ വലിയ വ്യാപ്തിയുള്ള അപകടമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും. വലിയ പാറക്കെട്ടുകളാണ് താഴേക്ക് വന്ന് പതിച്ചിട്ടുള്ളത്. അത് ഇപ്പോൾ നിയന്ത്രിത സ്ഫോടനത്തിലൂടെയാണ് ഇവിടെ ഗതാഗത യോഗ്യമാക്കാൻ ശ്രമിക്കുന്നത്. അതിലൂടെ നീക്കം ചെയ്ത പാറക്കല്ലുകൾ കണ്ടാൽ തന്നെ എത്ര വലിയ അപകടമാണ് ഇവിടെ സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള തീവ്രമായ പരിശ്രമമാണ് നടക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള ഇടപെടൽ MLAയുടെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും നേതൃത്വത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നാളെ രാവിലെ ആകുമ്പോഴേക്കും ഫലം കാണുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. നാളെ രാവിലെ 11 മണിയോടുകൂടി ഒരു ഭാഗത്തേക്കുള്ള ഗതാഗതം ഒരു വാഹനത്തിന് പോകാവുന്ന നിലയിൽ, പരിമിതമായ നിലയിൽ പുനഃസ്ഥാപിക്കാൻ കഴിയും. അതിലൂടെ ഇപ്പോൾ നെല്ലിയാമ്പതിയിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്തി പുറത്തെത്തിക്കാനാവും എന്നാണ് ഇപ്പോൾ വിലയിരുത്തിയിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, അവിടെ കുടുങ്ങിക്കിടക്കുന്നയാൾ അല്ലെങ്കിൽ അവിടെ ഉള്ള ആളുകൾക്ക് സപ്ലൈസ് എത്തിക്കാനുള്ള ഭക്ഷണവും മറ്റ് സാമഗ്രികളും ഒക്കെ ലഭ്യമാക്കുന്ന കാര്യമാണ്. അത് ഇന്നലെ MLA ഇവിടെ യോഗം വിളിച്ചു ചേർത്തിരുന്നു. കളക്ടറും SP ഉൾപ്പെടെയുള്ളവരെല്ലാം ഉണ്ടായിരുന്നു. ആ യോഗത്തിൽ അക്കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവർക്ക് ആവശ്യമായ സപ്ലൈസ് എല്ലാം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഇപ്പം അങ്ങനെ ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യമില്ല. മാത്രമല്ല 2 മെഡിക്കൽ സംഘത്തെ ഈ സാഹചര്യത്തേക്ക് അതിജീവിച്ച് കാൽനടയായി അവിടെ എത്തിച്ചിട്ടുണ്ട്. 9 കിലോമീറ്ററോളം കാൽനടയായി സഞ്ചരിച്ചാണ് ജില്ലാ ആശുപത്രിയിൽ നിന്നുള്ളൊരു മെഡിക്കൽ സംഘം, പിന്നെ നെന്മാറ അവൈറ്റസ് ആശുപത്രിയിൽ നിന്നുള്ളൊരു മെഡിക്കൽ സംഘം, 2 മെഡിക്കൽ സംഘം ഇപ്പോൾ അവിടെ തങ്ങി അവിടെ താമസിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 20ഓളം ഗർഭിണികൾ നെല്ലിയാമ്പതിയിലുണ്ട് എന്ന് കണക്കെടുത്തിട്ടുണ്ട്, ജില്ലാ ഭരണകൂടം കണക്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ കൂടി പരിചരണം ഉദ്ദേശിച്ചുകൊണ്ട് മെഡിക്കൽ സംഘത്തിൽ ഗൈനക്കോളജിസ്റ്റിൻ്റെ സേവനവും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഫലപ്രദമായ നിലയിൽ വളരെ പഴുതടച്ച പ്രവർത്തനം തന്നെയാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെയും ജനപ്രതിനിധികളുടെ എല്ലാം നേതൃത്വത്തിൽ ഇവിടെ നടന്നിട്ടുള്ളത്. ഏക പ്രശ്നം നമുക്ക് ഈ ഗതാഗതം എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ്. അത് പുനഃസ്ഥാപിക്കാൻ ആവശ്യമായിട്ടുള്ള തീവ്രമായിട്ടുള്ള പരിശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൂടെ ഈ ആ തങ്ങി നിൽക്കുന്ന കല്ലൊക്കെ അത്ര വലിയ